അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹിറ്റ് കോംബോ ആസിഫ് അലി ജിജോയോടൊപ്പം ബിജു മേനോൻ കുടിച്ചിരുന്ന ഏറ്റവും പുതിയ ക്രൈം ഡ്രാമ മൂവിയാണ് തലവൻ. ഇവരോടൊപ്പം മിയ, അനുശ്രീ, ഗിരീഷ് പോത്തൻ, ജോജി ജോൺ, കോട്ടയം നസീർ, ജാഫർ ഇർക്കി എന്നിവരും സിനിമയിൽ വേഷമിടുന്നു. ബിജു മേനോൻ അവതരിപ്പിക്കുന്ന CA ജയശങ്കറും ആസിഫ് അലി ചെയ്യുന്ന SI കാർത്തികനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ തുടങ്ങി ഇരുവരുടെയും ക്യാരക്ടേഴ്സിനെ വ്യക്തമായി എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജിസ് ജോയ് കഥ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ കോൺഫ്ലിക്റ്റുകളിൽ തുടങ്ങി അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള രണ്ടുപേരുടെയും അന്വേഷണവും അവരെ എങ്ങനെ ഒരു പോയിന്റിൽ എത്തിക്കുന്നു എന്നാണ് സിനിമയുടെ വൺ ലൈനായിട്ട് വരുന്നത്. പതിയെ തുടങ്ങി വലിയ ഹാപ്പനിങ്സ് ഒന്നുമില്ലാതെയാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നതെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ലീഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇൻ്റർവെൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം സെക്കൻഡ് ഹാഫിൽ ക്ലൈമാക്സിനോടനുബന്ധിച്ചുള്ള 25 മിനിറ്റിലാണ് സിനിമ ശരിക്കും ട്രാക്കിൽ കയറുന്നതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആനന്ദ് തേവക്കാട്ടും ശരത് പെരുമ്പാവൂരും കൂടി ഒരുക്കിയ സ്ക്രീൻ പ്ലേയുടെ ഭംഗി കൂടുതൽ വ്യക്തമാകുന്നതും ക്ലൈമാക്സിനോടനുബന്ധിച്ചുള്ള സീക്വൻസുകളിലായിരുന്നു. അതിൽ ജിസ് ജോയ് എന്ന ഡയറക്ടറുടെ ഡയറക്ഷനും മേക്കിങ്ങും വഹിച്ച പങ്ക് വളരെ വലുതായതായി തന്നെ എനിക്ക് അനുഭവപ്പെട്ടു. പെർഫോമൻസിലേക്ക് വരികയാണെങ്കിൽ പ്രധാന കഥാപാത്രങ്ങളെക്കാൾ അനുശ്രീ, മിയ എന്നീ സ്ത്രീ കഥാപാത്രങ്ങളാണ് സിനിമയിൽ കുറച്ചധികം നല്ല രീതിയിൽ പെർഫോം ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടത്. അതേപോലെ തന്നെ ഗിരീഷ് പോത്തനും ജോജി ജോണും കോട്ടയം നസീറുമെല്ലാം തങ്ങൾക്ക് കിട്ടിയ വേഷം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തപ്പോൾ സീരിയസ് ആയി പോകുന്ന സിനിമയിൽ അല്പം കോമിക് റിലീഫ് നൽകിയത് ജാഫർ ഇർക്കി ചെയ്ത അല്ലപ്പൻ എന്ന കഥാപാത്രമായിരുന്നു. ആസിഫ് അലിയും ബിജു മേനോനും ഒരു പോലീസുകാരൻ്റെ മാനറിസവും ബോഡി ലാംഗ്വേജും വളരെ കൃത്യമായി ക്യാരക്ടർ പിടിച്ച് തന്നെ പെർഫോം ചെയ്തതായി എനിക്ക് അനുഭവപ്പെട്ടു. ഇരുവർക്കിടയിൽ ഈഗോ ക്ലാഷും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായതായി എനിക്ക് അനുഭവപ്പെട്ടു. ശരൺ വേലാതൻ്റെ സിനിമാറ്റോഗ്രാഫിയും സൂരജ് GSൻ്റെ എഡിറ്റിങ്ങും സിനിമയുടെ മൂഡ് നിലനിർത്തുമ്പോൾ ദീപക് ദേവ് ചെയ്ത മ്യൂസിക്കും BGMഉം മുൻപ് ഒരുപാട് കേട്ട ത്രില്ലർ സിനിമകളോട് സാമ്യം തോന്നിച്ചതായി എനിക്ക് അനുഭവപ്പെട്ടു. ആകെ മൊത്തത്തിൽ പുതുമയൊന്നും അവകാശപ്പെടാനില്ലെങ്കിൽ പോലും ഈ അടുത്ത് വന്ന ത്രില്ലർ മൂവീസിൽ വെച്ച് ഡീസൻ്റായ ഒരു അറ്റം തന്നെയാണ് തലവനെന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.